ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദാരൻ ഫേമസ് ബ്രൗണി. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് 1.5 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ഫാമിലിയെ കണ്ടുമുട്ടുകയാണ്. അപ്പം സമയം രാത്രി 9 മണി കഴിഞ്ഞു. അവർ വരുമ്പോഴത്തേക്ക് ഒരു വെളുപ്പാങ്കാലം 2 മണി 3 മണിയൊക്കെ ആവും. അപ്പം എയർപോർട്ടിലോട്ട് പോകണം. അപ്പം ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ പിക്കിംഗ് അപ്പ് മൈ ഫാമിലി ഫ്രം എയർപോർട്ട്. അതാണ് ഇന്നത്തെ ഒരു തീമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ലേറ്റായി, കാരണം മെട്രോയിൽ പോകുമ്പം മെട്രോ 11 മണിക്ക് അടയ്ക്കും. അപ്പം അതിന് മുന്നേ മെട്രോയിൽ അവിടെ എത്തണം. അപ്പം ഞാൻ ഒരുപാട് ഇങ്ങനെ നീട്ടുന്നില്ല. ആദ്യമേ എനിക്ക് ഒന്ന് മുടി കെട്ടണം. മുടി കെട്ടിയിട്ട് ഫേസ് റെഡിയാക്കിയാലേ ഒക്കത്തുള്ളൂ. അപ്പം ആദ്യമേ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, അത് ഫ്രണ്ടിൽ ഇട്ടിട്ട് ഒരു ഹൈ പോണിറ്റയിലാണ് കെട്ടുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കെട്ടിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ മുടി കെട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? രസമില്ല? ഇനി സത്യം പറഞ്ഞാൽ ഞാൻ മുഖം കഴുകിയിട്ട് പിന്നെ മുടി കെട്ടാൻ പോയപ്പോഴേക്കും മുഖം ഡ്രൈ ആയി. അപ്പം ഒന്ന് ഫേസ് റെഡിയാക്കി, അതായത് ആദ്യമേ ഒന്ന് ജസ്റ്റ് ടോണർ ഇട്ട് ഇതൊന്ന് സെറ്റാക്കിയിട്ട്, ടോണർ എന്ന് പറഞ്ഞാൽ ഞാൻ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ടോണർ ഇട്ട് മോയ്സ്ചറൈസറും ഇട്ട് ലിപ് ബാമും ഇടാം, ജസ്റ്റ് സ്കിന്നൊന്ന് പ്രെപ്പ് ചെയ്യാനായിട്ട്. ഇത് റോസ് വാട്ടറാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇവിടുന്ന് തന്നെ വാങ്ങിയൊരു ഓസ്ട്രേലിയൻ ക്രീം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ബ്രിട്ടീഷ് ക്രീം പോലെ അല്ല കേട്ടോ. ഇതൊരു നോർമൽ നമ്മുടെ നിവ്യ മോയ്സ്ചറൈസറൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സാധാ മോയ്സ്ചറൈസറാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ലൈറ്റിങ് ഇച്ചിരി കുറവാണ്, അതുകൊണ്ടാണ് കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്നത്. പിന്നെ പകലാണ് ചെയ്യുന്നതെങ്കിൽ സൺസ്ക്രീനും കൂടെ വേണം. എൻ്റെ സ്കിന്ന് ഓൾറെഡി നല്ല ഡ്രൈ ആണ്, പ്ലസ് എൻ്റെ സ്കിന്ന് ഭയങ്കര അൺഈവൻ പ്ലസ് ഭയങ്കര പിഗ്മെൻറ്റഡാണ്. അപ്പം ഞാനാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഇത് റെഡിയാക്കാൻ വേണ്ടി നോക്കി, പക്ഷേ എനിക്കിത് ഹെറിഡിറ്ററി ആയിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് റെഡി ആകില്ല. ഇല്ലെങ്കിൽ പിന്നെ ലേസറൊക്കെ ചെയ്യണം. അപ്പം ഞാനാണെങ്കിൽ നാട്ടിൽ ഇനി പോകുമ്പം ലേസർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ആ സമയത്ത് കയ്യിൽ ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പം സ്കിന്ന് അത്യാവശ്യം ഓക്കെ ആയി. ഞാൻ അങ്ങനെ സീറോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ, ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ലിപ് ബാമിന് എൻ്റെ നിവ്യയുടെ ആണ്, ഈ ബെറി ഷൈൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നേ, അതുകൊണ്ട് തീർന്നു. ഞാൻ പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടുന്നു. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്പ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി മാത്രം, പിന്നെ കാരണം ഇതിൻ്റെ മേലിൽ കൂടി ഇനി ലിപ്സ്റ്റിക്ക് ഇടുമല്ലോ. അപ്പം സ്കിന്ന് പ്രെപ്പ് ചെയ്തു. ഇനി ജസ്റ്റ് ആ സ്കിന്നിൽ കുറച്ച് ആ മയമുള്ള സമയത്ത് തന്നെ ഫൗണ്ടേഷൻ ഇടാം. ഞാൻ ലോറിയൽ പാരിസിൻ്റെ ഏതോ ഒരു ഷെയ്ഡാണ്, ഏത് ഷെയ്ഡാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇത് എന്നെക്കാട്ടിയും ലൈറ്റ് ഷെയ്ഡാണ്. ഇത് വാങ്ങിയ സമയത്ത് ഞാൻ ഈ ഷെയ്ഡായിരുന്നു. പിന്നെ ടാൻ അടിച്ചിട്ട് ഞാൻ വേറെ ഏതോ ഷെയ്ഡായിട്ട്. ഞാൻ വിൻ്റർ ആകുമ്പം വെളുക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര വെളുക്കും, കുറച്ചും കൂടെ ബ്രൈറ്റ് ആവും. എന്നിട്ട് വീണ്ടും സമ്മർ ആകുമ്പം വീണ്ടും ടാൻ അടിച്ച് വേറൊരു കളറാകും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഒരു ചൈനീസ് ഡ്രസ്സാണ്. അത് ഞാൻ ഇപ്പോഴേ കാണിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ റെഡി ആയിട്ട് ഫുള്ള് മൊത്തത്തിൽ ഔട്ട്ഫിറ്റും എല്ലാം കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫുൾ ലെങ്തിൽ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് മേക്കപ്പൊക്കെ ഇടാറ്, അല്ലാണ്ട് ഞാൻ അങ്ങനെ മേക്കപ്പ് ഇടുന്ന ആളല്ല. പിന്നെ ആകെ ഫോട്ടോസൊക്കെ എടുക്കാൻ നേരത്തും ഇന്ന് ഫോട്ടോ എടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് കണ്ണെഴുതും, അത് മാത്രമാണ് എൻ്റെ മേക്കപ്പ്. ഈ അടുത്താണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങിയത്, അതുകൊണ്ട് എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പം കൊച്ചുള്ളവരിടുന്ന പോലെ ചുണ്ടിൽ കാണത്തില്ല, ബാക്കി ചുറ്റിനാണ്. അപ്പം ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഫൗണ്ടേഷൻ അത്യാവശ്യം ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇനി ഞാൻ ഐബ്രോസ് ഒന്ന് റെഡിയാക്കി കൊടുക്കാം. എനിക്ക് ഐബ്രോസ് വളരെ കുറവാണ് കേട്ടോ, അപ്പം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഐബ്രോ പെൻസിലായിട്ട് ഞാനിത് മിനിസോന്ന് വാങ്ങിയൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. കാരണം ബ്ലാക്ക് വെച്ച് വരയ്ക്കുമ്പം നല്ലതായിട്ട് അറിയാൻ പറ്റും വരച്ചിട്ടുണ്ട് എന്ന്. ബ്രൗൺ ആകുമ്പോൾ അങ്ങനെ ഭയങ്കര അറിയത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിട്ട് ജസ്റ്റ് ബ്രഷ് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ലൈഫിൽ ഇതുവരെ ത്രെഡ് ചെയ്തിട്ടില്ല, എനിക്ക് പേടിയാണ് ത്രെഡ് ചെയ്യാൻ. ഞാൻ ആകെ ഇങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. ഞാനും എൻ്റെ അനിയത്തിയും ചെറുപ്പത്തിൽ സത്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ത്രെഡ് ഒരിക്കലും ചെയ്യില്ല എന്ന്. പക്ഷെ അവൾ എന്നെ പറ്റിച്ചിട്ട് പോയി ചെയ്തു. ഞാൻ ഈ പ്രായത്തിൽ ത്രെഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഞാൻ ഇതുവരെ ത്രെഡ് ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്ക് അന്തം വിട്ടു. ഞാൻ 2 വട്ടം വാക്സിങ് സ്ട്രിപ്പ് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ആക്കി, അത് ഭയങ്കര പെയിനായിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു 1 വട്ടം ഓണത്തിൻ്റെ സമയത്താണ്.
അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല ഇതായിട്ടിരിക്കും, പക്ഷേ ഭയങ്കര പെയിനായിരുന്നു. അപ്പം ഞാൻ പുരികം അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണെഴുതാം. ഞാൻ ഐലൈനറായിട്ട് ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് വാങ്ങിയ നമ്മുടെ ഐടെക്സിൻ്റെ സാധാ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ. അത് വെച്ച് ഒന്ന് ജസ്റ്റ് കണ്ണെഴുതി കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഒരു നോർമൽ നാച്ചുറൽ ലൈറ്റിങ്ങിലാണെങ്കിൽ ഫ്രണ്ട് ക്യാമിലെടുത്താൽ നല്ല ക്ലാരിറ്റി കിട്ടും. പക്ഷേ ഞാൻ റൂമിലെ ലൈറ്റ് ഇട്ടേക്കണം, അതുകൊണ്ട് ഒരു ക്ലാരിറ്റിക്ക് കുറവുണ്ട്. എന്നാലും നിങ്ങളത് കാര്യമാക്കില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ കണ്ണെഴുതിയിട്ടുണ്ട്. കണ്ണ് രണ്ട് സൈഡിലും ഏകദേശം ഒരുപോലെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഐടെക്സ് കാജൽ സുപ്രീമാണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇത് വെച്ചൊന്ന് ഞാൻ താഴെ ഫുള്ള് വരയ്ക്കുന്നില്ല, ഒരു പകുതി വരെ, ഒരു കാൽഭാഗം ഈ ഔട്ടർ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാൽഭാഗം നല്ല കട്ടിക്കും. പിന്നെ ഇങ്ങനെ ഒറ്റ അങ്ങനെ കണ്ടോ, അങ്ങനെ ആക്കാം. അതായത് ഇങ്ങനെ ഒരു സൈഡ് നല്ല, ഒരു കാൽഭാഗം നല്ല കട്ടിക്കാക്കിയിട്ട് ഒറ്റ ഇതിന് ഒരു സ്വൈപ്പ് ചെയ്തു. കണ്ടോ, ഇവിടെ ഇച്ചിരി കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഏകദേശം ഒരുപോലെ ആയിട്ടുണ്ട്. അപ്പം ഏകദേശം റെഡിയായി. ഇനി ലാസ്റ്റ് ഒന്ന് ഒരു മസ്കാരയും കിട്ടും. ഇത് ഞാൻ മിനീസൊന്നും അല്ല, ഇത് നിതയുടെയാണ് കേട്ടോ. ഐ മീൻ നിത തന്നതാണ്. എൻ്റെ മസ്കാര കാണുന്നില്ലായിരുന്നു, അപ്പം നിതയുടെ ഈ 2 ഉണ്ട്. അങ്ങനെ നിത പറഞ്ഞാൽ എനിക്ക് തന്നു. ഇത് മിനീസോയിന്നാണ്. നിത അറിയത്തില്ലെങ്കിൽ ഞാൻ പ്രീ ഗ്രാജുവേഷൻ പാർട്ടി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മേ അഗർ കഹൂ എന്ന് പറയുന്ന പാട്ട് പാടുന്ന ആളാണ് നിത. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മേക്കപ്പിൽ ഇപ്പം ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ നമ്മുടെ സ്കിന്നൊരു ഈവൻ ആക്കാൻ വേണ്ടിയാണല്ലോ ഇടുന്നത്. പക്ഷേ എന്നാലും ഒരു ഫൗണ്ടേഷൻ ഇട്ടായിരുന്നൊരു ഭംഗിയാണില്ല. പക്ഷെ ലിപ്സ്റ്റിക്ക് മാത്രം ഇടുമ്പോൾ മുഖം ഭയങ്കര ബ്രൈറ്റ് ആവും. ഞാൻ കുറച്ച് ഡാർക്ക് സ്കിൻഡാണ്, പക്ഷേ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുമ്പം എനിക്കിങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ബ്രൈറ്റ് ആയതുപോലെ, സ്കിൻ ടോൺ ഭയങ്കര ലൈറ്റ് ആയതുപോലെ എനിക്ക് തോന്നും. അത് ഒരു ഇല്യൂഷനാണ് സത്യത്തിൽ. ഇങ്ങനെ ആ ലിപ്സ് റെഡാകുമ്പോൾ ആ ഒരു കമ്പാരിറ്റീവ് ഇത് കാണിക്കുന്നതാണ്. പക്ഷെ എനിക്ക് അതാണ് അപ്പം ഒരു മേക്കപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലിപ്സ്റ്റിക്കാണ്. പിന്നെ അതുപോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കോണ്ടോർ ചെയ്ത മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിക്കും. കോണ്ടോർ ആൻഡ് ഹൈലൈറ്റിങ്, അത് നമ്മുടെ ഒരു ഡൈമെൻഷൻ കൊടുക്കുക. അത് എനിക്ക് ഭയങ്കര തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് മേക്കപ്പിൻ്റെ അത്ര അങ്ങനെ അറിയത്തില്ല. ഞാൻ മേക്കപ്പ് വീഡിയോസിൽ കൂടുതൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ കോണ്ടോർ ചെയ്ത എൻ്റെ മൂക്ക് ഒന്നാമതേ വലിയ മൂക്കാണ്. അപ്പം കോണ്ടോർ ചെയ്താൽ അതിനെക്കാട്ടിയും വലിയ മൂക്കാണ്. അതുകൊണ്ട് ഞാൻ ആകെ ഫൗണ്ടേഷൻ മാത്രമേ ഇടാറുള്ളൂ ഇപ്പം. ഇനി ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ ഞാൻ ജസ്റ്റ് കുറച്ച് ലിബാം ഇട്ടൊന്ന് നേരത്തെ സ്കിൻ പ്രെപ്പ് ചെയ്തപ്പം ലിബാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ്. ഇത് ഏതോ ഒരു ചൈനീസ് ലോക്കൽ ബ്രാൻഡാണ്. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഒരു പർപ്പിളല്ല, ഒരു എങ്ങനെ പറയുന്നത്, എനിക്കിതിൻ്റെ ഷെയ്ഡിൻ്റെ പേരൊന്നും അറിയത്തില്ല. പക്ഷെ ഇത് മാത്രം ഇടുമ്പം എന്നെ കണ്ട ബബിൾ ഗം, ഈ ച്യൂയിങ് ഗം ചവച്ചിട്ട് കുമിളയായിട്ട് അത് പൊട്ടിയിട്ട് ചുണ്ടിൽ എങ്ങനെ ഇരിക്കും അതുപോലെ തോന്നും ഇത് മാത്രം ഇടുമ്പോൾ. ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ വേറൊരു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തായിരുന്നു. അതൊരിച്ചിരി ഡാർക്ക് ഷെയ്ഡാണ്, ഒരു ഡാർക്കസ്റ്റ് ഷെയ്ഡ് ഓഫ് മെറൂൺ എന്ന് വേണമെങ്കിൽ പറയാം. അതും കൂടെ മിക്സ് ചെയ്തിടുമ്പോൾ ഇതൊരു പർപ്പിൾ പോലെ ആവും. അപ്പോൾ എനിക്ക് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഇതാണ് ഒരു കളറ്. ഇനി ഞാൻ ഇതിൻ്റെ മേലിൽ കൂടെ ഇതൊരു വേറൊരു ഷെയ്ഡാണ്. ഇതൊരിച്ചിരി ഡാർക്ക് മെറൂൺ, ബ്രൗൺ വരുന്നില്ല, ഒരു മെറൂൺ തന്നെയാണ്. അത് വെച്ച് ഭയങ്കരമായിട്ട് ഇടുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ മേലിൽ കൂടി ഞാൻ തൊട്ടുകൊട്ടൊന്ന് കൊടുക്കാം. ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ ഇതെനിക്കൊരു മാച്ച് ചെയ്യുന്ന ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആവും. ബാക്കി വന്നത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മൂക്ക് ചെയ്യാനൊക്കെ, മൂക്കിലും ഇവിടെ ബ്ലഷായിട്ടൊക്കെ നമുക്കിടാം.
ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മേക്കപ്പ് റെഡിയായി. ഇതെൻ്റെ ഒരു ചൈനീസ് ഡ്രസ്സാണ്. ഞാൻ കുറേ ആഗ്രഹിച്ച് വാങ്ങിയതാണ്. ഇത് നല്ലൊരു പിങ്ക്, നല്ലൊരു പ്ലസൻറ്റ് ലുക്കിംഗ് ഡ്രസ്സാണ്. പക്ഷേ എനിക്കിട്ടിട്ട് അത്ര പ്ലസൻ്റായിട്ട് തോന്നുന്നില്ല. ഇപ്പം നല്ല ഫെയർ സ്കിൻഡ് ആയിട്ടുള്ളവരൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നത് എനിക്ക് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ചൈനീസ് ഡ്രസ്സ് വാങ്ങുന്നു. അങ്ങനെ ഞാൻ 2 ഡ്രസ്സ് വാങ്ങി. അതിനകത്ത് ഒരെണ്ണമാണിത്. അപ്പം മേക്കപ്പ് ഇങ്ങനെ അടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. വലിയ തരക്കേടില്ല എന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അതിൽ കണ്ടപ്പോഴേ ആദ്യമേ അയ്യേ എന്നായിരുന്നു റിയാക്ഷൻ. ഇവിടെ എല്ലാവരും എന്നെ അന്തം വിട്ട് നോക്കുന്നു. സൈഡിലൊരു ആൻറ്റിയെ കണ്ടോ? ആൻറ്റി തിരിഞ്ഞും മറിഞ്ഞും ആവാതെ ചൂട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവർ ഞാൻ കാണാതെ എൻ്റെ ഫോട്ടോ എടുത്തു. ബോറായിട്ടൊന്നും ഇല്ലല്ലോ, ഇല്ലേ?